ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എളാമാൻ്റെ കുട്ടീൻ്റെ എസ് ബേബിൻ്റെ 40 കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഡ്രസ് പാക്കിങ്ങും എല്ലാം കഴിഞ്ഞിങ്ങനെ നല്ലൊരു മഴ ദിവസം ഉണ്ടാകും. കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പോൾ പിന്നെ റൂമിൽ നിന്ന് പോകുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ കേട്ടോ. കുറേ ദിവസം നിന്നിട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇവിടുത്തെ എല്ലാതും. പ്രസവരക്ഷ സംഭവങ്ങളൊക്കെ കുഴപ്പമില്ല, ഉഷാറായിരുന്നു. ഞാൻ 30 ദിവസത്തെ പാക്കേജ് എടുത്തിട്ടുള്ളത്. എളാമ അതേപോലെ തന്നെ ഞാൻ വന്നിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എളാമ വന്നിട്ടുള്ളത്. അങ്ങനെ ഓളെ കൂടി പിന്നെ കുറച്ച് ദിവസം കൂടി നിന്ന പോകാനുള്ള ഒരുക്കായി ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിങ്ങനെ പാക്കിങ്ങൊക്കെ പിന്നെ തലേ ദിവസം തന്നെ കുറേയൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ രാവിലെ എല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ റെഡിയാക്കി വെച്ച് ജോലി അവിടെ എടുക്കുന്നുണ്ട്. ഓളെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെ കെടുത്തിയിട്ട് ആൾ ഉറക്കത്തിലാട്ടോ. ഉണരുന്നുണ്ട് തോന്നുന്നുണ്ട് ഈ ലൈറ്റൊക്കെ ഇട്ട് സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ ഓളവിടെ എടുക്കുന്നുണ്ട്. പിന്നെ എളാമാൻ്റെ അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി നാല് തിരക്കിലാണ്. എസ് ബേബിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. എളാമ പുതിയ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇതാ ബ്ലോഗിൽ കാണാം. അപ്പോൾ സോറി ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് കിടക്കത്തിലാണ്. എനിക്ക് പോകാൻ നോക്കാണ്. അതൊക്കെ പ്രസവരക്ഷയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോകാൻ പോകും. നമ്മൾ പോവല്ലേ? അങ്ങനെ എളാമാൻ്റെ നാപ്പിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞ് വന്നാൽ എന്തെങ്കിലും മധുരം കഴിക്കുമല്ലോ. അപ്പോൾ ഒരു വന്നപ്പോൾ ഇതാ മുട്ടായി കൊടുന്നിരുന്ന. അപ്പോൾ ആദ്യം എളാമ കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാവർക്കും ഇതാ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. തൊട്ടപ്പുറത്ത് റൂമത്തോർക്കും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ കൊടുത്ത് പിന്നെ ഇനിയിപ്പോൾ തെന്നൽക്ക് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ എളാമാൻ്റെയും എജിബേബിൻ്റെയും നാപ്പിൻ്റെ ഡ്രസ്സിലാണ് ഒരു പുതിയ ഡ്രസ്സൊക്കെ മാറ്റി. എജിബിൻ്റെ നല്ല ഉറപ്പിലായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമിൽ ഞാനപ്പോൾ എളാമാൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെടുക്കുന്ന പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എളാമാൻ്റെ അമ്മായിമാണത്. അമ്മായിയും വലിയ നാത്തൂനും എളാപ്പിയാണ്ടത് എളാമാൻ്റെ ഹസ്ബൻഡാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങളവിടെ ഇരുന്ന് എളാമാൻ്റെ കുറച്ച് ഡ്രസ്സ് ഇതൊക്കെ കിട്ടാനുണ്ടായിരുന്നു. ഒരു അലക്കിയിട്ടതായിരുന്നു എജിബേബിൻ്റെ കുറച്ച് കഷ്ണത്തുണികളൊക്കെ. അപ്പോൾ അതൊക്കെ അലക്കിയിട്ട് ഒരു കൊടുന്നേരാമെന്ന് പറഞ്ഞപ്പോൾ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കലായിരുന്നു. പിന്നെ അതൊക്കെ കിട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇറങ്ങുന്നൊന്നും പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ സോയ ആയിരുന്നു, ഉമ്മാൻ്റെ കയ്യിലായിരുന്നു എജിബേബിയും. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അനിയത്തി ഉണ്ടായിട്ടില്ലായിരുന്നു. മറ്റേ പിന്നെ ഓളാണ് എൻ്റെ വീഡിയോസും ഇതൊക്കെ എടുത്തിരുന്ന ആൾ. അങ്ങനെ പിന്നെ അവിടുന്ന് നേരത്തെ വീട്ടിലെത്തിട്ടോ. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷമാണ് ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയ പാടിതാ വലിയപ്പൊക്കെ ഇങ്ങനെ ഗോൾഡ് ഇതൊക്കെ കെട്ടലായിരുന്നു എസിക്കുള്ള. പിന്നെ എൻ്റെ വോയിസിൻ്റെ കൂടെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന സോയിൻ്റെ സൗണ്ടാണ്. ആൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ തൊട്ടിൽ കിടന്നിട്ട് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ എസിക്ക് ഇതാ എല്ലാവരും സ്വർണ്ണമൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അത് വെള്ളിപ്പ തണ്ട കെട്ടി കൊടുത്ത് അതിന് ശേഷം പിന്നെ മൂത്തമ്മ ബ്രേസ്ലെറ്റ് ആയിരുന്നു. പിന്നെ ഉമ്മാൻ്റെ വക വളമായിരുന്നു. സോയിക്കും വള തന്നെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ബാക്കി ഗോൾഡുകളൊക്കെ എളാമാൻ്റെ നാത്തനും ഉമ്മയും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ മാഷാ അല്ലാഹ് ഗോൾഡൊക്കെ ഇട്ട് സുന്ദരനായിട്ട് ആൾ കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ റോംബറൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട്. പക്ഷെ ഓനക്ക് ആ ഗോൾഡൊന്നും ഇട്ടിട്ട് തിരികെ പറ്റിയിട്ടില്ല കേട്ടോ. ആൾ ഭയങ്കര കരച്ചിലാണ്. അതൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ ഒരു പുറത്തേട് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓൻ്റെ ആ ഒരു കരച്ചിലും അതൊക്കെ ഒന്ന് കൂടുന്നതിന് മുന്നേ തന്നെ വേഗം കേക്ക് കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ആദ്യം ആ കേക്ക് ഞങ്ങൾ വരുമ്പോൾ വാങ്ങിയിട്ട് തരുന്നിട്ട് അടിയിലുള്ള അൽഫാ ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ട് തരുന്ന ഒരു കുഞ്ഞ് കേക്ക് വാങ്ങി, വൈറ്റ് ഫോറസ്റ്റ്. അപ്പോൾ അത് പിന്നെ കട്ട് ചെയ്യുന്ന ആ ഒരു ഇതിലാണ്.
പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ എല്ലാവർക്കും മുട്ടായി ഇതൊക്കെ കൊടുത്ത് എളാമ്മൻ്റെ പൊക്കി പറമ്പത്തോരൊക്കെ പോയി. അപ്പോൾ കിച്ചണിലിതാ എല്ലാവർക്കും ഓരോ പണികളാണ് കേട്ടോ. മൂത്തമ്മ എളാമ്മൻ്റെ മോളാണിത് പൊന്നു. അപ്പോൾ ഓർക്കിതാ ഉള്ളി തൊലിക്കലും അങ്ങനത്തെ ഓരോ പണികളാണ്. ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനാണ്. പിന്നെ ഇന്ന് മൂത്തമ്മയും എളാമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരൊക്കെ ഫുഡ് കഴിച്ചിട്ടേ പോകുള്ളൂ ഉച്ചക്ക്. അപ്പോൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എളാമ്മത് ബീഫൊക്കെ കട്ടയിലാണ്. അങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത് ആ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു കിച്ചണിൽ പോയപ്പോൾ. അങ്ങനെ ബീഫ് ബിരിയാണിയൊക്കെ റെഡിയായി. പുറത്ത് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അകത്ത് നല്ല ചൂടുള്ള ആവി പറക്കുന്ന ബീഫ് ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇതായിരുന്നിട്ട് ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കുന്നതാണ്. കിച്ചണിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത്. വർത്താനൊക്കെ പറഞ്ഞതാ എല്ലാവരും കൂടി ഒന്നിച്ച്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ലോഗിലെ വിശേഷങ്ങളൊക്കെ അതാ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.